അബിൻ വർക്കിയുണ്ട്. അബിൻ വർക്കി, ആ പാരടിപ്പാട്ട് മാറ്റി എഴുതേണ്ടി വരുമോ? അല്ല, ഒന്നാമത്തെ കാര്യം, എന്തിനാണ് ഇപ്പം ഇന്ന് ആ പാരടിപ്പാട്ട് മാറ്റി എഴുതേണ്ട എന്ത് സാഹചര്യമാണുള്ളത്? ഒന്ന്, ആ പാരടിപ്പാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ പോറ്റിയെ കേറ്റിയെ, സ്വർണം ചെമ്പായി മാറ്റിയേ, ഇത് രണ്ടും സത്യമാണെന്നുള്ളത് നമുക്കറിയാം. ശാസ്താവിൻ ധന മൂറ്റിയെ, അതും സത്യമാണെന്നറിയാം. സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്നുള്ളതാണ് പാരടി ഗാനം. അപ്പം ഞാനത് വീണ്ടും ആവർത്തിച്ച് പാടുന്നു. സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ. കാരണം എന്താണ്? രാജീവ് കണ്ഠര് സഖാവാണോ അബിൻ വർക്കി? അല്ല, പത്മകുമാർ സഖാവാണല്ലോ ഇന്നും. ഇപ്പോൾ താങ്കൾ ചോദിച്ചങ്ങ് വെച്ചല്ലേ ഉള്ളൂ. പത്മകുമാർ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമല്ലേ? വാസു CPM-ന്റെ പ്രധാനപ്പെട്ട വ്യക്തിയല്ലേ? വിജയകുമാർ ആരാണ്? ഞങ്ങളുടെ നിലപാടെന്താ? മുരാരി ബാബു ആരാണ്? ശരി, മുരാരി ബാബുവിനും ജയശ്രീക്കും ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ സംഘടനയുമായി ബന്ധമുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞങ്ങൾ പുറത്താക്കാം. ഇത് ഞങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തെളിയണ്ടേ ശ്രീ അരുണേ? പത്മകുമാർ എന്ന് പറയുന്ന മുൻ MLA, ജില്ലാ കമ്മിറ്റി അംഗം, ഇപ്പോഴും ഇവർ പറയുന്നു അന്വേഷണം ശരിയായ ദിശയിലാണ്, അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോവുകയാണ്, ഈ അന്വേഷണത്തിൽ വന്ന തെളിവുകളെല്ലാം ശരിയാണ്, അന്വേഷണത്തിൽ കണ്ടെത്തിയവരെല്ലാവരും കുറ്റക്കാരാണ്, അല്ലെങ്കിൽ അവർ ജയിലറയ്ക്കുള്ളിലാണ്. ഇവർ കണ്ഠര് രാജീവര് ജയിലറയ്ക്കുള്ളിലാണെങ്കിൽ പത്മകുമാറും ജയിലറയ്ക്കുള്ളിലല്ലേ? കണ്ഠര് രാജീവര് കുറ്റക്കാരാണെങ്കിൽ പത്മകുമാറും കുറ്റക്കാരനല്ലേ? എന്നിട്ട് പിന്നെ പത്മകുമാറിനെ പുറത്താക്കുന്നില്ല, കണ്ഠര് രാജീവര് മാത്രം കുറ്റക്കാരനാണ് എന്ന് പറയുന്നതിൽ അർത്ഥം എന്താണ്? ഞങ്ങളുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? ഞങ്ങളുടെ നിലപാട് തന്ത്രിയാണെങ്കിലും ശരി, മന്ത്രിയാണെങ്കിലും ശരി, ആരാണോ ഈ വിഷയത്തിൽ കുറ്റം ചെയ്തിട്ടുള്ളത് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ള വളരെ സുവ്യക്തമായ നിലപാടാണ് ഞങ്ങൾക്ക് അന്നുമുള്ളത്, ഇന്നുമുള്ളത്, നാളെയുമുള്ളത്. ഇതിനകത്ത് CPM-ന്റെ ഇരട്ടത്താപ്പ് എന്താണ്? അതാണ് ഈ പാട്ട് പാടാനുള്ള സാഹചര്യവും പാട്ട് ഇന്ന് ഞങ്ങൾ വീണ്ടും ഉച്ചത്തിൽ പാടാനുള്ള സാഹചര്യം അതുതന്നെയാണ്. ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് പറയുമ്പോഴും, ഈ അറസ്റ്റ് ചെയ്തവരൊക്കെ കുറ്റക്കാരാണ് എന്ന് പറയുമ്പോഴും, അറസ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട വ്യക്തികൾ CPM-ന്റെ അംഗങ്ങളായി എങ്ങനെ ഇന്നും തുടരുന്നു? ഉത്തരവില്ലല്ലോ. എന്റെ ചോദ്യം ഇതാണ്. ഞാൻ ആ ചോദ്യം ചോദിക്കാനുള്ള കാരണം, അറസ്റ്റിലായ 18 പേര്, ഇന്നിപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന തന്ത്രി, അതായത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന 18 പേര്, ഇന്നിപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന തന്ത്രി രാജീവ് കണ്ഠര്, ഇവരിൽ രാജീവ് കണ്ഠര് സഖാവല്ല, മുരാരി ബാബു സഖാവല്ല, ജയശ്രീ സഖാവല്ല, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് KS ബൈജു സഖാവല്ല. അപ്പോൾ ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെ നമുക്ക് വിടാം. നമുക്ക് 4 പേരെ എടുക്കാം. തന്ത്രി രാജീവ് കണ്ഠര്, അതിനുശേഷം പത്മകുമാർ, ദെൻ വിജയകുമാർ, വാസു, 4 പേരെ നമുക്കെടുക്കാം. ശബരിമലയിലെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ളവരാണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കും കമ്മീഷണർക്കും കഴിയില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതിലേറ്റവും തലപ്പത്ത്, അവിടെ ഏറ്റവും സ്വാധീനശേഷിയുള്ളത് ആർക്കാണ്? ഈ രാജീവ് കണ്ഠരല്ലേ? അപ്പോൾ രാജീവ് കണ്ഠര് ഇപ്പോൾ ജയിലഴിക്കുള്ളിലാകുമ്പോൾ ആ പാരഡി പാട്ടിലെ സഖാവ് എന്നുള്ളത് മാറ്റേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ചോദ്യം. അതോ ഇതിന് ഒരു വരിയും കൂടി ചേർക്കണോ? അല്ല, ഞാൻ ചോദിച്ചേ, ഈ 4 പേരിൽ 3 പേർ ആരാണെന്നുള്ളത് വളരെ കൃത്യമാണ്. ഞാൻ ശ്രീ തന്ത്രി രാജീവ് കണ്ഠരെ കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞു. തന്ത്രി കുറ്റം ചെയ്താലും ശരി, മന്ത്രി കുറ്റം ചെയ്താലും ശരി, അവർ കുറ്റം ചെയ്തവരാണ് ജയിലറയ്ക്കുള്ളിൽ പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഈ 4 പേരിൽ ഏതായാലും തന്ത്രി രാജീവ് കണ്ഠര് കോൺഗ്രസ് അല്ലല്ലോ, ആ കാര്യത്തിൽ ഏതായാലും തീരുമാനമാണല്ലോ. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചേക്കുക. ബാക്കി 3 പേർ ആരാണ്? അവരിന്നും സഖാവാണോ? അപ്പം ഞാൻ CPM-ന്റെ പാർട്ടി അംഗത്വമില്ലാത്ത സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളെ സഖാവെന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ 3 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? ഒരാൾ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമല്ലേ? ഒരാൾ N വാസു CPM-ന്റെ പ്രധാനപ്പെട്ട ആളല്ലേ? വിജയകുമാർ CPM-ന്റെ ആളല്ലേ? ഇന്നുമല്ലേ, ഈ നിമിഷത്തിലുമാണല്ലോ. ഇത്ര ദിവസമായിട്ട് ആവർത്തിച്ച് കോടതി ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും അവർ സഖാവാണല്ലോ. അപ്പോൾ പിന്നെ സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്ന് പാടുന്നതിൽ എന്താ തെറ്റുള്ളേ? ശ്രീ അരുൺ പറ, എന്താ തെറ്റുള്ളേ? അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ പറയാം, എന്താ തെറ്റുള്ളേ? അപ്പോൾ ഇതിനകത്ത് CPM-ന്റെ ഇരട്ടത്താപ്പ് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിനകത്ത് ഇവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM എടുത്തത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ ഇദ്ദേഹം കോടതി വിധിയെക്കുറിച്ച് പറയുന്നത് കേട്ടു. ഇതേ കോടതിയല്ലേ കഴിഞ്ഞ തവണ, അതായത് ഈ കഴിഞ്ഞ സിറ്റിങ്ങിന് തൊട്ടു മുമ്പത്തെ സിറ്റിങ്ങിൽ കോടതി പറഞ്ഞത് എന്താണ്? വലിയ തോക്കുകളിലേക്ക്, വൻ തോക്കുകളിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. കോടതി ഒരു ഡേറ്റ് കൂടി അതിൻ്റെ ചേർത്ത് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? 5-ാം തീയതിക്ക് ശേഷം. അങ്ങനെ തന്നെയാണല്ലോ കോടതി സ്പെസിഫിക് ആയ വിധി പ്രസ്താവത്തിൽ പറഞ്ഞത്. 5-ാം തീയതിക്ക് ശേഷം അന്വേഷണം മെല്ലപ്പോക്കായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് കോൺഗ്രസ് ആരോപിച്ചത് എന്താണ്? അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് 5-ാം തീയതിയോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റിലേക്കും ചോദ്യം ചെയ്യലിലേക്കും പോകണ്ട എന്ന നിർദ്ദേശം പോയി എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ ആരോപണമായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. കോടതി തന്നെ പറഞ്ഞില്ലേ
അത് ശരിയല്ല എന്ന് ബാഹ്യ സമ്മർദ്ദമില്ലാതെയാണ് SIT പ്രവർത്തിക്കുന്നതെന്ന് കോടതി പറഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആരോപണം പൊളിഞ്ഞില്ലേ? അല്ല, ഞങ്ങൾ പറഞ്ഞത് കോടതി പറഞ്ഞതിനോടനുബന്ധിച്ചല്ലേ ഞങ്ങൾ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ 1-ാം തീയതി 2-ാം തീയതിയൊക്കെ ആയിട്ട് പറഞ്ഞു. അതായത് കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നത് SIT വൈകിപ്പിക്കുന്നു. അത് വളരെ കൃത്യമായിരുന്നല്ലോ. കോടതി 5-ാം തീയതി പറഞ്ഞു. വൻതോക്കുകളിലേക്ക് അന്വേഷണം പോകുന്നില്ല. പറയാത്ത കാര്യമാണോ? കോടതി പറഞ്ഞില്ല എന്നൊരു ആരോപണം നിങ്ങൾക്കില്ലല്ലോ. അല്ല, അങ്ങ് പറഞ്ഞ രണ്ട് ഭാഗം കറക്റ്റാണ്. പക്ഷെ ബാഹ്യ സമ്മർദ്ദമുണ്ട് എന്ന് കോടതി നിരീക്ഷണം നടത്തിയിട്ടില്ല. അല്ല, ഞങ്ങൾ പറഞ്ഞത് അത് തന്നെയാണെന്ന്. ഞങ്ങൾ പറഞ്ഞത് എന്താ, കൂടുതൽ അന്വേഷണം നടക്കുന്നില്ല. അല്ലല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ അന്വേഷണ സംഘത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം, താങ്കൾക്ക് അതിനുകൂടി മറുപടി പറഞ്ഞ മറ്റതിഥികളിലേക്ക് പോകാം. പ്രതിപക്ഷ നേതാവ് കടകംപള്ളി സുരേന്ദ്രനെ വെല്ലുവിളിച്ചുകൊണ്ടെന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അതിനെതിരെ കടകംപള്ളി സുരേന്ദ്രന് മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് താങ്കൾക്കറിയാം. ഇന്നും ആ കേസ് പരിഗണിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 8 തവണ മാറ്റിവെച്ച കേസാണ്. കടകംപള്ളി സുരേന്ദ്രൻ അറിയാം ഈ സ്വർണ്ണപ്പാളി ഏത് വ്യവസായിക്കാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതിതുവരെയും ഒരു തെളിവും ഹാജരാക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? വീണ്ടും അത് ജനുവരി 14 മാറ്റിവെച്ചിരിക്കുകയാണ്. ഒരു തെളിവും ഈ ഘട്ടത്തിലും പ്രതിപക്ഷ നേതാവിന് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഒന്ന്, കോടതിയിൽ തെളിവ് സമർപ്പിക്കേണ്ട വേളയിലാണ്, ഒരു എവിഡൻസ് എടുക്കേണ്ട വേളയിലാണ് തെളിവ് സമർപ്പിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ തെളിവ് സമർപ്പിക്കേണ്ട കേസിന്റെ ഘട്ടം വരുമ്പോൾ തെളിവ് സമർപ്പിക്കുക, അല്ലാതെ ഒരു ദിവസം രാവിലെ ചെന്ന് നമ്മൾ തെളിവ് സമർപ്പിക്കുകയല്ലോ. 8 തവണ കഴിഞ്ഞു, 9-ാമത്തെ ദിവസം ഇന്നും മാറ്റിവെച്ചു. തെളിവ് കൊടുക്കുന്നതിന് ഒരു പ്രത്യേക സമയം മുഹൂർത്തമൊക്കെ ഉണ്ടോ? കോടതി ആ കേസ് വിളിക്കുന്ന സമയത്ത് തെളിവുണ്ടെങ്കിൽ കൊടുക്കുക. അല്ല, അങ്ങനെയല്ലല്ലോ. ഒരു കോടതിയിലെ കേസ് എന്ന് പറഞ്ഞാൽ എവിഡൻസ് എടുക്കുന്നതിന് ഒരു സമയമുണ്ടല്ലോ. ആ സമയത്തിനനുസരിച്ചാണ് നമ്മൾ എവിഡൻസ് കൊടുക്കുന്നത്. നമുക്ക് ആദ്യ ഘട്ടം തൊട്ട് എവിഡൻസ് കൊടുക്കാൻ പറ്റില്ലല്ലോ ഒരു കോടതിയുടെ നടപടിക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഈ കേസ് ഡിഫമേഷൻ കേസാണ്. ഈ ഡിഫമേഷൻ കേസ് എന്ന് പറഞ്ഞാൽ തന്നെ അപമാനിക്കാൻ വേണ്ടി വളരെ മിസ്ലീഡ് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു എന്നുള്ളതാണ് ഈ കേസ്. എന്റെ സംശയം അതല്ല, അത് കോടതിയുടെ മുമ്പിൽ തെളിവ് കൊടുക്കട്ടെ. പക്ഷേ മന്ത്രിക്കെതിരെ ഇങ്ങനൊരു തെളിവുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞൂടെ? അങ്ങനെ തെളിവുണ്ട്, ഇത് ഇങ്ങനൊരു വ്യവസായിക്ക് കൊടുത്തതായിട്ട് കടകംപള്ളി സുരേന്ദ്രൻ അറിയാമെന്നുള്ളത് പറയാൻ എന്താ തടസ്സം? അല്ല, ഇത് കേസ് കൊടുത്തിരിക്കുന്ന സമയമാണ്. അത് കേസ് കൊടുക്കേണ്ട സമയത്ത് കോടതിയിൽ സമർപ്പിക്കേണ്ട തെളിവുകൾ കോടതിയിൽ കൃത്യമായിട്ട് വരും. മാധ്യമങ്ങളുടെ മുമ്പിൽ അത് എപ്പോഴാണോ വരേണ്ടത് അത് കൃത്യമായി മാധ്യമങ്ങളുടെ മുമ്പിൽ വരും. എന്തായാലും ബന്ധമില്ല എന്നുള്ളതിൽ ഇപ്പൊ ക്ലീൻ ചിറ്റ് ഒന്നും വന്നിട്ടില്ലല്ലോ. ആർക്കും ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടില്ല. ഇനിയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്ന് തന്നെയാണ് വരും. ശരി, അങ്ങ് പറഞ്ഞതിൽ അതിൽ നമുക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തു ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. അങ്ങനെ ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന ഒരു പരിപാടി ഒരു അന്വേഷണ ഏജൻസിക്കില്ല. പത്രങ്ങളാണ്, മാധ്യമങ്ങളാണ് ഈ ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത്. പണ്ട് അങ്ങനെ ക്ലീൻ ചിറ്റ് കൊടുക്കുകയും ക്ലീൻ ചിറ്റ് കൊടുക്കാതിരിക്കുകയും ചെയ്തത് ഒരു ED ഉദ്യോഗസ്ഥൻ നൽകി തന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ്. ഇന്നിപ്പോൾ ആ ED ഉദ്യോഗസ്ഥൻ സമ്പൂർണ്ണമായിട്ട് അൺക്ലീൻ ചിറ്റോടുകൂടി പുറത്തായിട്ടുണ്ട്. പേര് P. രാധാകൃഷ്ണൻ എന്നുള്ളതാണ്. മണിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തത് ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. അതെ, ഡിമണിക്കും മാധ്യമപ്രവർത്തകരാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ അതിനോട് അങ്ങയുടെ അഭിപ്രായത്തോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. പക്ഷേ ഒരു തെളിവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരു പഞ്ചലോഹ വിഗ്രഹവും പോയതായിട്ട് ഇതുവരെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ നാളെ കണ്ടെത്തിക്കൂടാ എന്നുമില്ല. ഞാൻ അതിൻ്റെ ആ ഭാഗത്തോട് ഭാഗികമായി യോജിക്കുന്നു. Debate with Dr. Arun Kumar.